ഏത് പ്രായക്കാരുടെയും നരച്ച മുടി ഹെന്നയോ നീലാംബരിയോ ഒന്നും ഉപയോഗിക്കാതെ സ്ഥിരമായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. കൂടെ തന്നെ പാർലറിലൊക്കെ പോകുമ്പോൾ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടുമല്ലോ, ആ ഒരു ഹെയർ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. വീട്ടിലുള്ള നല്ല പച്ച നെല്ലിക്ക 2 പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പാർലറിലൊക്കെ പോയി കരോട്ടിൻ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഒരുപാട് പൈസ ചിലവൊക്കെ ചെയ്തിട്ട് നല്ല ഷൈനിങ് ഉള്ള ഹെയർ കിട്ടുമല്ലോ, അത് നമുക്ക് വീട്ടിൽ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനൊരു ബൗളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു ആണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പൗച്ച് നിറച്ച ഷാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതേ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. എല്ലാം നമ്മൾ ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. ഒക്കെ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ അടുപ്പിച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഇതേ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ, അത്ര നല്ല ഫ്രാഗ്രൻസ് ആണ്. കോഫി ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കോഫിയുടെയൊക്കെ മണം നമ്മുടെ മുടിയിലുണ്ടാവും. ഈ ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ മുടി വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള മുടി കിട്ടും കേട്ടോ. ഇത് ഞാനത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുടി വെളുത്ത മുടികളുണ്ടല്ലോ, അത് കറുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സിറമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഫ്രഷ് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഇടികല്ലിലിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പിലയാണ് കേട്ടോ. അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 4-5 ഗ്രാമ്പു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിപ്പം ഇതിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് കറുത്ത് കിട്ടാനും സഹായിക്കും. ഇപ്പോൾ ഇത് നല്ലപോലെ നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്കാണ് കേട്ടോ മാറ്റി നിന്നത്. ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ എപ്പോഴും ഹെയർ ഡൈ ആയാലും ഹെയർ സിറമായാലും തയ്യാറാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇരുമ്പിൻ്റെ പാത്രത്തിലുള്ള ഫെറോക്സൈഡും കൂടെ നമ്മുടെ ആ ഒരു ഹെയർ സിറത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഹെയർ ഡൈയിലും മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 ഗ്ലാസ് അടുപ്പിച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഞാൻ തിളപ്പിച്ച് 1/2 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റോളം വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസൻസ് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറും മാറി കിട്ടും കേട്ടോ. നല്ല കറുപ്പ് കളറിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പം ഒരു 1/2 ഗ്ലാസ്സായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഹെയർ സിറം. ഇത് നിങ്ങൾ ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വെളുത്ത മുടികളും പതുക്കെ പതുക്കെ കറുത്ത് കിട്ടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ എത്ര ഉള്ളു കുറവുള്ളവരാണെങ്കിലും ഈ ഒരു ഹെയർ സിറം ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി ഉള്ളോട് കൂടി വളർന്നു കിട്ടും. ഈ ഒരു ഹെയർ സിറം നിങ്ങൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ നല്ലപോലെ കറുത്ത് കിട്ടും കേട്ടോ. ആ ഒരു കളർ തന്നെ നമ്മുടെ മുടിക്കും കിട്ടും. നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോഴേക്കും വെളുത്ത മുടികളൊക്കെ തന്നെ കറുത്ത് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അകാല നരയൊക്കെ വന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ 1-2 മുടിയൊക്കെ നരച്ചിട്ടുള്ളെങ്കിൽ ഈ ഒരു ഹെയർ സിറം നിങ്ങൾക്ക് സൂപ്പറാണ്. ഒരു മുടി പോലും കൊഴിയാതെ നാച്ചുറലായിട്ട് തന്നെ എല്ലാ വെളുത്ത മുടികളും കറുപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി ഇതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മുടിയിൽ മാത്രമല്ല താടിയിലും മീശയിലും ഒക്കെ നമുക്ക് ഈ ഒരു സിറം ഉപയോഗിക്കാം. നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലൊരു കോട്ടണിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് മുടിയിലേക്ക് തേച്ച് കൊടുക്കുക. ഒട്ടും തന്നെ എണ്ണമെഴുക്കില്ലാത്ത ഉണങ്ങിയ മുടിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ സ്കാലപ്പിലും മുടിയിലും ഒക്കെ നല്ലതുപോലെ തേച്ച് കൊടുത്ത്, പ്രത്യേകിച്ചും വെളുത്ത മുടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം എൻ്റെ മോളുടെ 2-3 മുടികളൊക്കെ വെളുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെയർ സിറം ഇപ്പോൾ 1 മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു വ്യത്യാസം തന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അകാല നരയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഹെയർ സിറം നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്കി മുടികൾ വെളുക്കാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെളുത്ത മുടികളൊക്കെ പെട്ടെന്ന് തന്നെ കറുത്തും കിട്ടും കേട്ടോ. ഒരു മുടി പോലും കൊഴിയത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇതുപോലെ സ്കാലപ്പിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഷാമ്പു ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാറാണ് പതിവ്. ഡെയിലി ആ ഷാമ്പു അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. വീക്കിലി വൺസ് മാത്രമേ ആ ഒരു ഷാമ്പു ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു സിറം ഞാൻ ഡെയിലി മോളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹെന്നയോ നീലാംബരിയോ ഒന്നും ഉപയോഗിക്കാതെ വെളുത്ത മുടികൾ സ്ഥിരമായിട്ട് കറുപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും നല്ല വീഡിയോയിൽ കാണാം. ബൈ ബൈ.